ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സൗണ്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നാട്ടിലേക്ക് പോവാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലാസ്റ്റ് ടൈം ഓർഡർ ഉണ്ടല്ലോ കരുതി, പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇത്തവണ സത്യത്തിൽ ഞാൻ എല്ലാവർക്കും ഉള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് പാപ്പ ഒക്കെ വരുന്ന പോലെയാണ് സത്യത്തിൽ ഞാൻ ഇത്തവണ നാട്ടിൽ പോയത്. നിങ്ങൾ ഈ കാണുന്ന ക്രിസ്മസ് റീത്ത് ഞാൻ മേത്തർ ബസാറിന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങളിതേ പാതിര കുർബാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ക്രിസ്മസ് സമയത്ത് എനിക്ക് നല്ല പനിയായിരിക്കും. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. എൻ്റെ ക്രിസ്മസ് ആഘോഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് എൻ്റെ ഇടവകപ്പള്ളി. എന്താണെന്നറിയില്ല, എവിടെയാണെങ്കിലും ക്രിസ്മസിന് നമ്മുടെ ഇടവകപ്പള്ളിയിൽ കുർബാന കാണാന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഹായ് ഗൈസ്, ഹാപ്പി ക്രിസ്മസ്. ഇതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, എല്ലാവരും വലിയ കുട്ടികളായിരുന്നു. ശിവന്റെ കല്യാണം. ക്രിസ്മസിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നൈറ്റൊക്കെ പാതിര കുർബാനൊക്കെ ഉറക്കമൊക്കെ വരും. എല്ലാവരും പറയുന്നുണ്ട്. ഇത്തവണ ഉറക്കമൊന്നും വന്നില്ല. പിന്നെ ഞാൻ കുറേ നാൾ ശേഷം നാട്ടിൽ പോകുന്നതുകൊണ്ട് ഫ്രണ്ട്സായിട്ട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് പേരെ കാണാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ഇരുന്ന് എല്ലാവരോടും ഒച്ചതി സംസാരമൊക്കെ ആയിരുന്നു. രാവിലെ അവരുടെ സൗണ്ട് പോയി ബൈ ദ ബൈ. ആൻഡ് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ പ്രായം കൂടുന്നവരും അമ്മ ഭയങ്കര ചിൽ പേഴ്സണായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തവണത്തെ ക്രിസ്മസ് പടക്കം പൊട്ടിച്ചാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് കേട്ടോ. കസിൻസ് വന്നു, ഫുൾ തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല എന്നതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള മെമ്മറീസ് ആയിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും ന്യൂ ഇയറും കൂടെ അടിച്ച് പൊളിക്കാം. ഓക്കെ, അപ്പം എന്തായാലും അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.